നോമ്പിൽ 43-ാം ദിവസം ഹോശന്ന എന്ന വിഷയത്തെ അധികരിച്ച് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ് നാം ധ്യാനിക്കുന്നത്. യെരുശലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനങ്ങൾ ഹോശന്ന എന്ന് ആർത്തു വിളിച്ചു. ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്ക എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തിൽ നിന്നാണ് രക്ഷിക്കേണ്ടത്? റോമൻ ആധിപത്യത്തിൽ നിന്നും, ജനജീവിതം ദുസ്സഹമാക്കുന്ന ചുങ്കത്തിൽ നിന്നും, സൈനിക നടപടികളിൽ നിന്നും, അവരുടെ കിരാത വാഴ്ചയിൽ നിന്നുമെല്ലാം തങ്ങളെ രക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ വിമോചകനാണ് യേശു എന്നാണ് അവരുടെ തെറ്റിദ്ധാരണ. വിജയശ്രീലാളിതനായ ഒരു രാജാവിനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ എളിമയുടെ വാഹനമായ കഴുതപ്പുറത്ത് സഞ്ചരിച്ച് പ്രവചനം നിറവേറ്റിയും ദൈവരാജ്യം പ്രഘോഷിച്ചും ദേവാലയം ശുദ്ധീകരിച്ചും കൊണ്ടാണ് അവൻ വന്നത്. ഭൗമികമായ സാമ്രാജ്യങ്ങളെയല്ല, ഹൃദയങ്ങളെ കീഴടക്കുക എന്നതാണ് യേശുവിൻ്റെ ദൗത്യം. ഞങ്ങളെ രക്ഷിക്കൂ എന്ന നിലവിളി ചരിത്രത്തിലുടനീളം പല കാലത്ത് പല മട്ടിൽ പ്രതിധ്വനിച്ചിട്ടുണ്ട്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മൻ ബിസിനസ്സുകാരനായ ഓസ്കാർ ഷിൻലർ 1000-ത്തിലധികം ജൂതന്മാരെ ഹോളോകോസ്റ്റിൽ നിന്ന് രക്ഷിക്കുവാനായി തൻ്റെ സമ്പത്തും സ്വാധീനവും തനിക്കുള്ളതെല്ലാം ത്യജിച്ചു. നിയമങ്ങൾ ലംഘിക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ ധൈര്യം യേശുവിൻ്റെ ത്യാഗത്തെ അനുസ്മരിപ്പിക്കുന്നു. ജീവൻ രക്ഷിക്കുന്നതിലും അധികമായി യേശു തൻ്റെ ജീവനെ നൽകി. ഇന്ന് വ്യക്തിഗത പ്രശ്നങ്ങളും സാമൂഹിക അനീതികളും നേരിടുമ്പോൾ നമ്മുടെ ഹോശന്ന എന്ന വിളിക്ക് യേശു ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. അവൻ നമ്മുടെ യാചനകൾക്ക് ചെവി തരികയും വിനയത്തോടെ നമ്മെ ശുദ്ധീകരിക്കുകയും ആഴത്തിലുള്ള മാറ്റം നൽകുകയും ചെയ്യുന്നു. താൽക്കാലികമായ പരിഹാരങ്ങൾക്കെല്ലാം യേശുവിൻ്റെ രക്ഷ നിത്യവും പുതുതാക്കുന്നതാണ്. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ഹോശന്ന വിളികൾ താൽക്കാലിക പ്രശ്നപരിഹാരത്തിനും മുട്ടുശാന്തിക്കുമാകാതെ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.